എടരിക്കോട് കുറുകത്താണി ക്ലാരിപ്പുത്തൂർ AMLP സ്കൂൾ 102ാം വാർഷികത്തോടനുബന്ധിച്ച് ആഹാരം എന്ന പേരിൽ ഭക്ഷ്യമേള സംഘടിപ്പിച്ചു. സ്കൂൾ മാനേജർ ഇസ്മായിൽ പൂഴിക്കൽ മേള ഉദ്ഘാടനം ചെയ്തു. പവൻ ഗോൾഡ് ലൈറ്റ് സ്റ്റാർ കോംപ്ലക്സ് തിരുനാവായ റോഡ് പുത്തനത്താണി. ഏവർക്കും പവൻ ഗോൾഡ് ലൈറ്റിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്തുമസ് ന്യൂ ഇയർ ആശംസകൾ. അറേബ്യൻ, ചൈനീസ്, ജപ്പാനീസ്, ഉത്തരേന്ത്യൻ, നാടൻ വിഭവങ്ങൾ എന്നിവ ഒരുക്കിയാണ് ഫുഡ് ഫെസ്റ്റ് സംഘടിപ്പിച്ചത്. സ്കൂൾ മാനേജർ ഇസ്മായിൽ പൂഴിക്കൽ മേള ഉദ്ഘാടനം ചെയ്തു. 102ാമത് സ്കൂളിൻ്റെ വാർഷികത്തോടനുബന്ധിച്ചാണ് ഒരു ഫുഡ് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഒട്ടനവധി പരിപാടികളാണ് ഇപ്രാവശ്യം നമ്മൾ ആസൂത്രണം ചെയ്തത്. സ്കൂളിൻ്റെ വാർഷികത്തോടനുബന്ധിച്ച് ഈ വരുന്ന 28ാം തീയതി രാവിലെ 9:30 മണിക്ക് ഈ വർഷം പുതുതായി നിർമ്മിച്ച നമ്മുടെ പുതിയ ബ്ലോക്കിൻ്റെ ഉദ്ഘാടനം ഡോക്ടർ അബ്ദുസ്സമദ് സമദാനി ആണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ഈ പ്രദേശത്തെ 18ഓളം ഉള്ള അംഗനവാടികളുടെ കലോത്സവം അരങ്ങേറും. അത് ഉച്ചയ്ക്ക് ശേഷമുള്ള സെക്ഷനിലാണ് പാരഡൈസ് നഴ്സറി കുട്ടികളുടെ കലാവിരുന്ന്. 29ാം തീയതി നടക്കുന്ന പരിപാടികളിൽ സ്കൂളിൻ്റെ വാർഷികവും അതോടൊപ്പമുള്ള യാത്രാ സമ്മേളനമാണ് നടക്കാൻ പോകുന്നത്. ഈ പ്രദേശത്തെ ഓരോ രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ എല്ലാ ആളുകളും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. PTA പ്രസിഡന്റ് മുഹമ്മദ് അലി ചെമ്പൻ അധ്യക്ഷനായി. വളരെ സന്തോഷവും അതിലേറെ അഭിമാനവും നിറഞ്ഞ നിമിഷത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ 102 വർഷത്തെ ഏറ്റവും മനോഹരമായി ഈ സ്ഥാപനത്തെ ഒരുക്കി ഈ 102ാം വാർഷികം ആഘോഷിക്കുമ്പോൾ പുതിയൊരു ബ്ലോഗ് അതിൻ്റെ എല്ലാ വർക്കുകളും കഴിഞ്ഞ് ഉദ്ഘാടനത്തിലേക്ക് ഒരുങ്ങി നിൽക്കുകയാണ്. ഈ 102ാം വാർഷികത്തോടനുബന്ധിച്ച് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ പോവുകയാണ്. PTA സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷവും ആനന്ദവും നിറഞ്ഞ നിമിഷത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഞങ്ങളെല്ലാവരും ഒരു ടീമായി നിന്ന് ഒറ്റക്കെട്ടായി ഉള്ളൊരു പ്രവർത്തനം കൊണ്ട് തന്നെ കഴിഞ്ഞൊരു 2-5 വർഷത്തിനുള്ളിൽ ഇവിടെ ഈ പ്രദേശത്തിന് തന്നെ വലിയൊരു മാറ്റം ഈ സ്ഥാപനത്തിന് കൊണ്ടുവരാൻ സാധിച്ചു. ഹെഡ് മാസ്റ്റർ മുഹമ്മദ് അഷറഫ്, വാർഡ് മെമ്പർ സത്താർ പിലാത്തോട്ടത്തിൽ, PTA ഉപാധ്യക്ഷ ഷബ്നമോൾ, അധ്യാപകരായ അബ്ദുൽ മുനീർ, മുഹമ്മദ് ഹിഷാം, യാസീൻ, മുബഷീർ, സജിദ, വഫീറ എന്നിവർ സംസാരിച്ചു. പൊതുവിദ്യാഭ്യാസം ശക്തിപ്പെടുത്തുക എന്നുള്ള പ്രധാനപ്പെട്ട ഉദ്ദേശമാണ് ഇതിന് പിന്നിലുള്ളത്. എല്ലാ കുട്ടികൾക്കും ആപ്റ്റായിട്ടുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനം, അതാണ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത്. അതിന് ഞങ്ങളുടെ മാനേജ്മെൻറ്റ് ശക്തമായ പിന്തുണ ഞങ്ങളുടെ സ്കൂളിലുണ്ട്. PTAയുടെ ശക്തമായ പിന്തുണ, അധ്യാപകരുണ്ട്. കുട്ടികളുടെ കഴിവ്, ഏത് കഴിവുള്ള കുട്ടികൾ ആ കഴിവുകൾ ഉദ്ദീപനപ്പെടുത്തുന്ന രീതിയിലാണ് നമ്മുടെ ഓരോ പരിപാടികളും ആസൂത്രണം ചെയ്തിട്ടുള്ളത്. TP ഫെബിന 1ാം സ്ഥാനവും ഫർസാന ഫർവീൻ, സുലൈക്ക എന്നിവർ 2ഉം 3ഉം സ്ഥാനവും നേടി. ഇവിടെ ഫുഡ് മോഡേൺ ആയിട്ടും ട്രഡീഷണൽ ആയിട്ടും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ട്രഡീഷണൽ നമ്മൾ എടുത്ത് കളയാൻ പാടില്ലല്ലോ. നമ്മളെ പഴയ കാല വിഭവങ്ങൾ എന്നും നമുക്ക് വേണമല്ലോ. അപ്പോൾ ഇവിടെ നിന്ന് എല്ലാവരും നല്ല രീതിയിൽ തന്നെ ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നും എല്ലാം കറക്റ്റായിട്ട് എടുത്തിട്ട് നമ്മൾ 3 ആളെയാണ് ഇത് തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, പിന്നെ ഹൈലൈറ്റ് കമൻറ്റ് 2 ആൾ. അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. എല്ലാവരും നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. ഇത്തരം പരിപാടി വെക്കുന്ന സ്കൂളുകളൊക്കെ നമ്മളെ മക്കൾക്കും രക്ഷിതാക്കൾക്കും നല്ല ഹെൽത്തി ഫുഡും കൂടുതൽ മായം ചേർക്കാത്ത ഫുഡൊക്കെ കഴിക്കാൻ ഇടയ്ക്ക് എല്ലാ സ്കൂളുകളും ഇങ്ങനെയൊക്കെ ചെയ്യണതിന് നമ്മൾക്ക് നല്ലതായിട്ടാണ് തോന്നിയത്. ട്രഡീഷണൽ വിഭവങ്ങൾ മോഡേൺ ആയിട്ടും അവർ ഒരുക്കിയിട്ടുണ്ട്. ട്രഡീഷണൽ വിഭവങ്ങൾ മക്കളിപ്പോഴത്തെ കഴിക്കൂലല്ലോ, പക്ഷെ കേക്കായിട്ടും അവർ കഴിക്കുന്ന രീതിയിൽ ഉമ്മമാർ ഒരുക്കിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമ്മുടെ വീടുകളിൽ ഒരുപാട് ഉമ്മമാർ നല്ല കഴിവുള്ള ആൾക്കാരുണ്ട്. അവർക്ക് വേദി കിട്ടാത്ത പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇതുപോലെ സ്കൂളുകളിലൊക്കെ ഇങ്ങനെ ഫുഡ് ഫെസ്റ്റിവലൊക്കെ വെക്കുമ്പോൾ ആ ഉമ്മമാർക്കൊരു വേദി കിട്ടുകയാണ്. അവരിതിലൂടെ മുന്നോട്ട് വരാനും സഹായിക്കും. ഷബ്ന, ജുബൈരിയ, സാഹിറ എന്നിവർ ഹൈലി കമൻറ്റും നേടി. പഠന വിഷയത്തോടൊപ്പം പാഠ്യേതര വിഷയങ്ങളിൽ വളരെ മികച്ച രീതിയിൽ തന്നെയാണ്. ഞങ്ങൾ പുതുതായിട്ട് തന്നെ കുട്ടികൾക്ക് സൈക്കിൾ ക്ലബ്ബ് PTAയുടെ വക സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. തൊട്ടടുത്തുള്ള സ്കൂളുകളിൽ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ LSSന്റെ വിജയം കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുണ്ട്. സാധാരണക്കാരായ കുട്ടികളാണ് നമ്മുടെ സ്കൂളിലേക്ക് വരുന്നത്. അവർക്ക് ഒരു ഏറ്റവും ഹൈടെക് രീതിയിൽ എങ്ങനെ വിദ്യാഭ്യാസം കൊടുക്കണം എന്നാണ് നമ്മുടെ PTAയും അതേപോലെ തന്നെ മാനേജ്മെൻറ്റും ടീച്ചേഴ്സും എല്ലാവരും പേരൻസും എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് തന്നെ ക്വാളിറ്റി എഡ്യൂക്കേഷൻ കുട്ടികളിലേക്ക് എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഞങ്ങളിവിടെ ഇത്തരത്തിലുള്ള പല പ്രോഗ്രാമുകളോടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മത്സരത്തിൽ പങ്കെടുത്ത മുഴുവൻ പേർക്കും മാനേജ്മെന്റ് പ്രോത്സാഹന സമ്മാനവും നൽകി. നമ്മുടെ ഫുഡ് ഫെസ്റ്റ് ഇപ്പോൾ ഒരു 3-4 പ്രാവശ്യമായിട്ട് നടത്തുന്നതാണ്. അതിൻ്റെ എല്ലാവരുടെയും പങ്കാളിത്തം
ഉണ്ടാവാറുണ്ട്. എല്ലാ പ്രാവശ്യവും അത് വൻ വിജയമായിട്ട് തന്നെയാണ് ഉണ്ടാവാറ്. ഇപ്രാവശ്യം നമ്മുടെ ഗ്രൗണ്ടൊക്കെ വളരെ നല്ല നീറ്റായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളുള്ള ഗ്രൗണ്ടായത് കാരണം അത് ഇത്രയും കൂടെ വിശാലമായ രീതിയിൽ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതുവരെ ഞങ്ങൾ ഹാളിൽ വെച്ചാണ് നടത്താറ്. അപ്പം അതിൻ്റേതൊരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു രീതി ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം അത് പുറത്ത് വെച്ച് നടത്തുന്നതുകൊണ്ട് എല്ലാവർക്കും അത് നന്നായി കാണാനും അതുപോലെ തന്നെ കുട്ടികൾക്കാണെങ്കിലും ശരി, വരുന്ന രക്ഷിതാക്കൾക്കും മറ്റ് എല്ലാവർക്കും അത് വളരെ നന്നായി വീക്ഷിച്ച് മനസ്സിലാക്കാനും അത് നല്ല രീതിയിൽ ആസ്വദിക്കാനുള്ള ഒരു വേദിയായിട്ട് മാറാതെ കഴിഞ്ഞിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ. പവൻ ഗോൾഡ് ലൈറ്റ് സ്റ്റാർ കോംപ്ലക്സ് തിരുനാവായ റോഡ് പുത്തനത്താണി. ഏവർക്കും പവൻ ഗോൾഡ് ലൈറ്റിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്തുമസ് ന്യൂ ഇയർ ആശംസകൾ.